Watch full episodes on Jio Hotstar. അതേ നീ ആ ആപ്പിൾ എടുത്ത് കഴിക്ക്, അല്ലെങ്കിൽ നീ അതിനെ തുപ്പിക്കളയെങ്കിലും ചെയ്യേ. ആ കരടി എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്? ഞാൻ അതിന് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഇവിടുത്തെ കരടികൾ വളരെ ഈഗോ ഉള്ളവരാണ്. അതിന്റെ ഇരയെ ആരെങ്കിലും തട്ടിയെടുത്താ അത് ഭയങ്കര ഈഗോ ആയിട്ട് അങ്ങ് എടുക്കും. പിന്നെ അതിന്റെ ഇരയെ തട്ടിയെടുത്ത ആളിന്റെ പുറകെ അങ്ങോട്ട് കൂടിക്കോളും, അയാളെ തിന്നുന്നണം വരെ. എന്നാണോ പറയുന്നത് പത്തലു? ഇന്നലെ മുഴുവൻ ഞാൻ ശരിക്കും ഉറങ്ങാത്തത് കൊണ്ട് ഭയങ്കര ക്ഷീണം. അതുകൊണ്ട് എനിക്കിപ്പോ നല്ല ഉറക്കം വരുന്നുണ്ട് പത്തലു. നല്ലൊരു ലൊക്കേഷൻ വന്നാൽ മാത്രം എന്നെ എഴുന്നേൽപ്പിച്ചാ മതി കേട്ടോ. ഇത് നോക്കൂ, ഇത് ബ്ലോസി ലേക്കാണ്. ഇത് വളരെ സുന്ദരമായ ഒരു ലേക്കാണ്. ഇവിടെ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ സമയമില്ല. കാരണം കാലാവസ്ഥ മോശമാണ്. പോരാഞ്ഞിട്ട് സൺസെറ്റിന് മുമ്പ് നമ്മൾ സെർമെറ്റിൽ എത്തുകയും ചെയ്യണം. പിന്നെ സ്നോ സ്റ്റോം ഉണ്ടാവാനും സാധ്യതയുണ്ടെന്ന് കേട്ടു. പൊളിച്ചെടുത്തല്ലോ മോട്ടോ. ഞങ്ങള് കണ്ട മനോഹരമായ ലേക്ക് നീ മിസ് ചെയ്തുട്ടാ. കാണാൻ എന്ത് നല്ലൊരു ഭംഗിയുള്ള ലേക്കായിരുന്നു. എന്തുകൊണ്ടാ പിന്നെ എന്നെ നിങ്ങൾ വിളിക്കാതിരുന്ന് കളഞ്ഞത്? കാരണം നിങ്ങൾ നല്ലൊരു ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് നിങ്ങളെ വിളിച്ചില്ല. ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയല്ല വന്നത്, ഞാൻ ചുറ്റിക്കാണാൻ വേണ്ടിയാണ് വന്നത്. ഹൗസിലേക്ക് എന്തുകൊണ്ടാ എന്നെ കാണിക്കാഞ്ഞത്? ഉത്തരം പറ. ആൻസർ മീ. ചേട്ടാ, ഡോണ്ട് ടച്ച് മീ, ഓക്കെ? നിങ്ങൾക്ക് എന്നെ തല്ലാൻ പറ്റില്ല. ഞാൻ പോവാണ്. നിങ്ങൾക്ക് ഇനി പോണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ. ഞാൻ ആരോടെങ്കിലും ലിഫ്റ്റ് ചോദിച്ചിട്ട് ഞാൻ മുന്നോട്ട് പൊക്കോളാം. എനിക്ക് നിങ്ങളുടെ ഇന്ന് യാത്ര ചെയ്യണ്ട. ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ, നിക്ക്. ഞാൻ പുറകോട്ട് പോവില്ല, ഞാൻ മുന്നോട്ടേ പോവുള്ളൂ. പിന്നെ വെതർ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ഇന്ന് ഒത്തിരി കൊടുങ്കാറ്റുണ്ടാകുന്ന സമയമാ. എല്ലാവരും ഇന്ന് പെട്ടുപോകും. അതേ മോട്ടു, അയാളെ ഒന്ന് നിർത്ത്. അയാളില്ലാതെ നമുക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല. നമുക്ക് ഒരു സ്ഥലവും അറിയില്ലല്ലോ. എനിക്ക് ഗ്ലൗസിലേക്ക് കാണണമായിരുന്നു. ഡോക്ടർ ജട്ക, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഈ കാറിനെ ഇവിടുന്ന് പറത്തിക്കേ. ആദ്യം നമുക്ക് കാറിനെ പറത്താം. അത് കഴിഞ്ഞ് മോട്ടുവിനെ ആ ലേക്ക് കാണിച്ചിട്ട് വേഗം തന്നെ തിരിച്ചു വരികയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പെട്ടുപോകും. ശരി എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്തേക്കാം. അയ്യോ, എന്റെ കാറ്! എന്റെ കാറ് പറക്കുകയും ചെയ്യോ? ഇതെനിക്കറിയില്ലായിരുന്നല്ലോ. അതെ, നിക്ക്, ഞാനും വരുന്നേ. അല്ല, എന്റെ കാർ എങ്ങനെയാ നിങ്ങൾക്ക് പറപ്പിക്കാൻ സാധിച്ചേ? നമ്മുടെ ഡോക്ടർ ജട്കയിലെ അദ്ദേഹം വലിയൊരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിനെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും. അത് ശരി, എന്നാ പിന്നെ ഞാൻ പറപ്പിക്കട്ടെ. ഒന്ന് മാറിയിരുന്നു. ഞാൻ എന്റെ കാർ ഒരിക്കലും പറപ്പിച്ചിട്ടില്ല. എന്റെ വണ്ടി സൂപ്പറായിട്ട് പറക്കണുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് മേഘങ്ങളെ തൊടാൻ പറ്റണുണ്ട്. ഈ ലോകം മുഴുവൻ ഞാൻ കറങ്ങും ഇതുപോലെ പറന്ന്. നല്ല രസമുണ്ട്. നിനക്ക് ഇനിയും സൂഹിക്കണമെന്നുണ്ടോ? ഉടൻ തന്നെ എന്നെ ആ ലൈക്കിന് മുകളിൽ എത്തിക്കാൻ നോക്ക്. എനിക്ക് ആ ലൈക്കിനെ ശരിക്കും ഒന്ന് കാണണം. ശരി, നിങ്ങളെ ഇനി എവിടെ വിടലും ഞാൻ. അതേ, സത്യമാണല്ലോ. എന്ത് മനോഹരമായ വില്ലേജ് ആണിത്. അടിപൊളിയായിട്ടുണ്ടല്ലോ. ഉഗ്രൻ. രക്ഷിക്കണേ! എന്ത് സാധനമായി വന്ന് വീണത്? മനുഷ്യനായിരുന്നു. ടെഡി, നിങ്ങൾ രണ്ടുപേരും അവിടെ പോയിരുന്നുള്ളൂ. ഈ ഇരയെ ഞാൻ എങ്ങനെയാണ് വേട്ടയാടാൻ പോകുന്നതെന്ന് കണ്ടോളൂ. നിക്കടവിടെ.
ഈ അച്ഛൻ കരടി എന്റെ പുറകേന്ന് പോകുന്ന ലക്ഷണമില്ലല്ലോ. രക്ഷിക്കണേ. സോറി അച്ഛൻ കരടി. പേടിക്കണ്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കില്ല. മോട്ടു ഇതാ ഈ ഫ്ലൈയിങ് ഹെൽമെറ്റ് നീ ഉണ്ടോ? തരൂ. താങ്ക് യു. ഇനിയെങ്കിലും നിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കേ. അയ്യോ എനിക്ക് തല്ല് കൊള്ളണ്ടായേ. അതെ നിൽക്കൂ. നിയമം നിന്നോടൊപ്പം ഉണ്ട്, നീ വെറുതെ പേടിക്കരുത്. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ ഇതിന്റെ ബാറ്ററി പോയെന്നാ തോന്നുന്നത്. ഇറക്കുന്നത് കൊണ്ടാ. എനിക്കറിയില്ല ഇനി മോട്ടു സാർ ഇനി എങ്ങനെയായിരിക്കും എന്നോട് പെരുമാറണേന്ന്. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ തിരിച്ചോടി പോവാ. നീ ഇവിടുന്ന് പോകരുത്. നീ ഇവിടുന്ന് പോയാൽ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ ഞങ്ങളെ ആരാണ് കൊണ്ടുപോകുക? അപ്പൊ ആരാ തല്ലു വാങ്ങണേ? നീ എന്റെ പ്രൊട്ടക്ഷനിലാണല്ലോ. മാത്രമല്ല ഞങ്ങൾക്ക് നിന്റെ വളരെ അത്യാവശ്യമുണ്ട്. സിംഹത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. മോട്ടു നീ ഇവനെ ഒന്നും ചെയ്യരുത്, ഓക്കെ? ഇവന്റെ വാക്ക് കേട്ടിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും ദൂരം വന്നത്. അഥവാ ഞാൻ ആ കരടിയുടെ കയ്യിലെങ്ങാനും പെട്ടിരുന്നെങ്കിൽ അത് ഇവന്റെ കുറ്റമല്ല. നീ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നീ എന്തുകൊണ്ടാ മരത്തിനെ ശരിക്കും നോക്കിയില്ല? ഞാൻ വില്ലേജിന് നോക്കണോ അതോ മരങ്ങൾ നോക്കണോ? ഞാൻ വില്ലേജ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ഇതൊന്നും എനിക്ക് കേക്കണ്ട. ഇവനിപ്പോ എന്റെ പ്രൊട്ടക്ഷനിലാണ് ഉള്ളത്, അറിയാമല്ലോ. ആണോ? ഇനി ആരൊക്കെയാ നിന്റെ പ്രൊട്ടക്ഷനിലുള്ളവര്? ഞാൻ കൊടുക്കൂ. ആണോ? എവിടെയാണ് മോട്ടു? വിട്ടേക്കെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിപ്പോൾ നിങ്ങൾ ആദ്യം പുറത്തേക്ക് എടുക്കൂ. ഇപ്പൊ നിന്റെ പ്രൊട്ടക്ഷൻകാരൊക്കെ മേൽപോട്ട് പോയത് കണ്ടില്ലേ നീ? ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാനിവിടെ ഓടാൻ പോവാ. അതേ നിക്ക് മോട്ടു, ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. മോട്ടു ഇവനില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ എല്ലാ പ്രശ്നത്തിൽ നിന്നും നമുക്കൊരു നല്ല കാര്യം പഠിക്കാൻ പറ്റും. നീ അവിടെ വീഴുന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് ആ കരടിയുടെ കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു, ശരിയല്ലേ? നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. അത് ഞാൻ ശരിക്കും ചിന്തിച്ചില്ല കേട്ടോ. ശരി പോൾ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ഞാനെന്താ പറയണെന്ന് വെച്ചാ, പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമല്ലോ അല്ലേ? അതെ, പ്രോബ്ലം സോൾവ്. ഇനി നമുക്ക് പോവാം. എങ്കി വാ. ദേ നോക്കിയാ മോട്ടു, ഇനി നീ വണ്ടിയിൽ ഉറങ്ങാൻ പാടില്ല. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ പോളെ, നീ ഇതെവിടെയാ? ഞങ്ങൾ എല്ലാവരും ഈ മഞ്ഞിൽ കുടുങ്ങി കിടക്കുക. സാറേ, ഇന്നലെ രാത്രി ഇവിടെ വലിയൊരു കൊടുക്കാറ്റുണ്ടായി. എല്ലാ ഈഗിളും മഞ്ഞിനകത്ത് പെട്ടിരിക്കുക. ഞങ്ങളും ഇവിടെ പെട്ടിരിക്കുക. ആർക്കും വെളിയിൽ ഇറങ്ങാൻ പറ്റണില്ല. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, നീ ഇങ്ങനെ പറഞ്ഞാ ഞങ്ങളെ ആരാ സഹായിക്കുക? ഇപ്പൊ മുകളിലുള്ള ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ പറ്റൂ. നിങ്ങളുടെ ബാറ്ററി ഓപ്പറേറ്റഡ് ലൈറ്റ് ഓഫ് ആവും. പിന്നെ അത് കഴിഞ്ഞാൽ ഇഗ്ലൂന്റെ എഫക്ട് തീർന്നു പോകും. എന്റെ അമ്മോ, ഇവൻ നമ്മളെ സഹായിക്കാണോ അതോ പേടിപ്പിക്കുകയാണോ? പൊളിച്ചെടുത്തല്ല. ഈ നമുക്ക് എല്ലാവർക്കും എങ്ങനെ ഇതിന്റെ പുറത്തേക്ക് കിടക്കാൻ പറ്റിയ? പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. എത്രയും പെട്ടെന്ന് സമോസകൾ കഴിക്കൂ, എന്നിട്ട് നീ തുടങ്ങൂ. ഞാൻ നിന്റെ ബാഗിനകത്ത് ഒരുപാട് സമോസകൾ വെച്ചിട്ടുണ്ട്. അതിന് സമൂസയൊന്നും ഇല്ലല്ലോ. അതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇന്ന കഴിച്ചോളൂ. സോറി കൂട്ടുകാരെ, ഇങ്ങനെയാണ് എല്ലാ സമൂസയും തീർന്നു പോയത്. അതെ, ആ കരടി കുട്ടികളെ രക്ഷപ്പെടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞിരിക്കാണ്. മമ്മി എന്താ ചെയ്യാ? അതെ, എവിടുന്നായി ശബ്ദം കേൾക്കുന്ന?
പൊളിച്ചെടുത്തല്ലോ. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നു. ബൈ, ടാറ്റാ. ഞാൻ പോവാണ്. കരടി വീണ്ടും വന്നിരിക്കുന്നു. എന്നൊന്നും ചെയ്യുന്നേ. എന്താ കരടി വീണ്ടും വന്നിരിക്കുന്നേ? നമ്മളെ വിടുന്ന് തോന്നുന്നില്ല ഏട്ടാ. ഒരെണ്ണത്തിനെ വെറുതെ വിടില്ല. സ്റ്റാച്യു, അതെ കരടിച്ചേട്ടാ, ഒരു മിനിറ്റ് നിൽക്കേ. അതെ, ഈ ലോകത്ത് നിങ്ങൾക്ക് കഴിക്കാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ, പിന്നെന്തിനാ മനുഷ്യനെ തിന്നാൻ കൊതിക്കുന്നത്? ലോകത്ത് എന്തുമാത്രം സാധനങ്ങൾ തിന്നാനായിട്ടുണ്ട്. എന്നിട്ട് എന്തിനാണ് മനുഷ്യൻ മൃഗങ്ങളെ കൊന്നു തിന്നുന്നത്? നല്ല പഠിപ്പ് അറിവുള്ളവരല്ലേ, ബുദ്ധിശാലികളല്ലേ, എന്നിട്ട് മൃഗങ്ങളെ കൊന്നു തിന്നുന്നോ? ഇതൊന്നും ഇല്ലാത്ത ഞങ്ങൾ പിന്നെ തിന്നുന്നതിൽ എന്താണ് തെറ്റ്? അതെ കരടിച്ചേട്ടാ, നിങ്ങൾ പറഞ്ഞത് വളരെ പരമാർത്ഥമാണ്. കരടിച്ചേട്ടാ, പത്തുലു എപ്പോഴും പറയാറുണ്ട് എല്ലാ ചിത്തക്കാര്യത്തിലും ഒരു നല്ല കാര്യം ഒളിച്ചിരിപ്പുണ്ടാവുമെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊണ്ടുപോകാം, പക്ഷേ നിങ്ങൾ കാരണം എന്റെ ഈ കൂട്ടുകാരൊക്കെ രക്ഷപ്പെടുമല്ലോ. നിങ്ങൾ മാത്രം വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് ചത്തേനെ. വരൂ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എന്നെയും കൂടെ കൊണ്ടുപോകൂ. ഒരാളെ കഴിച്ചത് കൊണ്ട് മാത്രം വയറൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് എന്റെയും 3 സുഹൃത്തുക്കളെയും നിങ്ങൾ വെറുതെ വിടുന്നേ? ഞാൻ നിങ്ങളെ കുറിച്ച് വളരെയധികം തെറ്റിദ്ധരിച്ചു പോയി. നിങ്ങൾ ഓരോ തവണയും എന്നെ എന്റെ കുട്ടികളെ രക്ഷിക്കാൻ വന്നപ്പോഴെല്ലാം ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നവരാണെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങളെ പോലൊരു മനുഷ്യന് മറ്റുള്ളവരെ ഒരിക്കലും ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. കരയല്ലേ കരടിച്ചേട്ടാ, നിങ്ങൾ കരയല്ലേ. ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ്, പക്ഷേ എന്റെ കൂട്ടുകാരെയൊക്കെ വിട്ടേക്കണം പ്ലീസ്. ഇല്ല, നിങ്ങൾ ആരും മനുഷ്യരല്ല, മനുഷ്യരൂപത്തിൽ വന്ന ദൈവങ്ങളാണ്. ഓരോ നിമിഷവും മറ്റുള്ളവരെ സഹായിക്കണമെന്ന് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവനെ പറ്റി നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കുന്നില്ല. സോറി, ഞാൻ ഒരിക്കലും നിങ്ങളെ കൊന്ന് തിന്നത്തില്ല. ഞാനൊരു മൃഗമായി പോയാൽ എന്താ? എനിക്കും ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. പക്ഷെ ഞാൻ എന്റെ 2 മക്കൾക്കും പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് 2 പേർക്കും ഞാനൊരു ഹ്യൂമൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പുറകെ നിങ്ങളെ പിടിക്കാനായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ കരടികൾ കൊടുത്ത വാക്ക് പാലിക്കാതിരുന്നിട്ടില്ല. എങ്കിൽ തന്ന വാക്ക് പാലിക്കാൻ നോക്കൂ. കൊണ്ടുപോകൂ എന്നെ. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇത്രയും വിഷമം ഉണ്ടാവുന്ന സ്ഥിതിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും തീർച്ചയായിട്ടും അതുണ്ടാവില്ലേ? അവരൊരിക്കലും എന്നെ കഴിക്കില്ല, കാണുന്നോ? പക്ഷെ ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ട മനുഷ്യന്മാരെല്ലാം വേറെ രീതിയിലായിരുന്നു. ഞങ്ങളെ പിടിക്കാൻ വന്നവരായിരുന്നു, കൊല്ലാൻ വന്നവരായിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലാവരും വളരെ വ്യത്യസ്തമായ ആൾക്കാരാണ്. പൊയ്ക്കോളൂ, നിങ്ങളെ ആരെയും ഞാൻ ഉപദ്രവിക്കത്തില്ല. കരടിച്ചേട്ടാ, വേഗം ചെന്ന് ഒളിച്ചോളൂ. ഞങ്ങൾ ആദ്യം ഇവിടെയുള്ളവരെ രക്ഷിക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ കൂടെ വരാം, കേട്ടോ? ഓക്കെ. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന മഞ്ഞുമലകളെയൊക്കെ എടുത്തു മാറ്റിയിരിക്കുന്നു. ഈ സമയത്താണ് നിങ്ങളുടെ വരികയും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തത്. താങ്ക് യു. ഇവരെത്ര നല്ല മനുഷ്യരാണ്. എന്നാ പിന്നെ നിങ്ങളൊക്കെ ബാക്കിയുള്ളവരെ വേഗം സഹായിക്കാൻ നോക്കൂ. ഞങ്ങൾക്ക് ചെന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്ത് തീർക്കാനുണ്ട്. ബൈ ബൈ. ഞാൻ പറയുന്നത് വരെയും നിങ്ങൾ നിങ്ങളുടെ കണ്ണിലെ കെട്ടഴിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ഇതൊരു സർപ്രൈസ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ കണ്ണിലെ കെട്ടഴിച്ചോളൂ, എന്നിട്ട് പാടിക്കോളൂ ഹാപ്പി ബർത്ത്ഡേ. Happy birthday to you. അച്ഛാ, അങ്കിളിനെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ? അഴിച്ചുവിട്, അങ്കിളിനെ അഴിച്ചുവിട്. പാവ അങ്കിൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. അച്ഛാ, എന്തിനാ അച്ഛൻ ഇങ്ങനെ ചെയ്തത്? പക്ഷെ നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടത് ഒരു ഹ്യൂമൻ കേക്കിനെ അല്ലേ? ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് ഞാനിപ്പോ പാലിച്ചിരിക്കുന്നു. കാരണം കരടികൾ കൊടുത്ത വാക്ക് ഒരിക്കലും പാലിക്കാതിരുന്നിട്ടില്ല. പക്ഷേ അങ്കിൾ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് രക്ഷിക്കുന്നതല്ലേ, പിന്നെ എങ്ങനെയാ അദ്ദേഹത്തെ തിന്നാ? ഞങ്ങൾ വലുതായി കഴിഞ്ഞു, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്.
അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ മനുഷ്യന്മാരും ചീത്ത മനുഷ്യന്മാരല്ല, മനുഷ്യന്മാരിലും നല്ലവരുണ്ട്. അങ്കിളിനെ പോലെയും അങ്കിളിന്റെ ഫ്രണ്ട്സിന്റെ പോലെയും. നിങ്ങൾ എന്റെ പുന്നാറ് മക്കളാണ്. ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. സോറി അങ്കിൾ, ഞങ്ങളുടെ അച്ഛൻ കാരണം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. നിങ്ങൾ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് രക്ഷിച്ച വിവരം ഞങ്ങളുടെ അച്ഛന് അറിയില്ലായിരുന്നു. അറിയാം കുഞ്ഞുങ്ങളെ, അതൊക്കെ നല്ലോണം അറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഇമോഷൻസ് ഒക്കെ തന്നെയാണ് നിങ്ങളുടെ മനസ്സിലും ഉള്ളതെന്ന കാര്യം അയാൾ മറന്നുപോയി. ഇപ്പൊ നിങ്ങളുടെ ഈ അച്ഛൻ ഞങ്ങളുടെ കൂട്ടുകാരനായി. നമ്മളെല്ലാരും ഇപ്പോൾ കൂട്ടുകാരാണ്. താങ്ക് യു അച്ഛാ. ഹായ് എവ്രിവൺ, വരൂ നമുക്ക് പിറന്നാൾ ആഘോഷിക്കാം. എന്റെ സുഹൃത്തെ ബാലു, ഈ കേക്ക് കട്ട് ചെയ്യൂ. ഇത് മനുഷ്യനുണ്ടാക്കിയ കേക്കാണ്. ഇനി മുതൽ ഈ കേക്ക് മാത്രമേ കഴിക്കാവൂ. ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. എല്ലാവരും cheers. Watch India's largest kids library only on Geo Hotstar. Download the app now.